എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സബലീകരിക്കാൻ നമ്മളെല്ലാവരും എന്താ പറയുക അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി അല്ല ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സ്റ്റാർഡീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളായ വാഹനങ്ങളും അതേപോലെ വീടുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങളും നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ ഒരു വില്ലയുടെ മുമ്പിലാണ്. ഒരു വില്ല പ്രോജക്റ്റാണിത്. വില്ല പ്രോജക്റ്റിൽ കുറേ വീടുകളുണ്ട്. അപ്പോൾ അതിലൊരു വില്ലയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സ്ഥലം ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്ക് തൊട്ടടുത്തായ പൂക്കാട്ടുപടി എന്ന സ്ഥലത്തിൽ തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എടപ്പള്ളി ജംഗ്ഷനിലേക്കും. അതുകൊണ്ട് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും. അത് രണ്ടിനും തൊട്ടടുത്ത് തന്നെയാണ്. അത് വളരെയധികം ദൂരം ഇല്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ടൗണിലേക്ക് ഈസി ആക്സസ് ചെയ്യാവുന്ന സ്ഥലമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്കൂളുകളും അതുപോലെ കോളേജസും ഹോസ്പിറ്റൽസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീടിനെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ്. ഓക്കെ, ഈ സ്ലൈഡിങ് ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലോറിങ് നല്ല രീതിയിൽ ഇവിടെ ടൈല് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നല്ല പുല്ലിൻ്റെ ഇത് ഒറിജിനൽ പുല്ലല്ല, പ്ലാസ്റ്റിക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു കാറ് ഒറ്റ കാറിന് മാത്രം കവേർഡ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഒരുപാട് വലിയ സിറ്റ് ഔട്ടല്ല, ചെറിയ സിറ്റ് ഔട്ടാണ്. പക്ഷേ എങ്കിൽ കൂടിയും ടൈലിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെ ടൈലിട്ടാണ് അതിനെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തൂണുകളിലും മറ്റും പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ, നോർമൽ പെയിൻറ്റിങ് അല്ല, നല്ലൊരു ഡിസൈനോടുകൂടിയ പെയിൻറ്റിങ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ തുടക്കം തന്നെ ഇവിടെ ആകർഷിക്കുന്ന നമ്മുടെ ഈ കട്ടളയാണ്. ഒരു ആഞ്ഞിലിയിലാണ് ഈ കട്ടള തീർത്തേക്കുന്നത്. കതകെല്ലാം മഹാഗണിയിലാണ് തീർത്തേക്കുന്നത്. കതക് ഫുള്ള്, കതകും ജനലുകളും മറ്റും മഹാഗണിയിലാണ് തീർത്തേക്കുന്നത്. കട്ടളകൾ ഫുള്ളായിട്ട് ഈ വീടിൻ്റെ ഫുള്ള് ജനലുകളും ഫുള്ളും ആഞ്ഞിലിയിലാണ് തീർത്തേക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി വരാം. നിങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു പ്ലസൻറ്റ് ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. കാരണം ഇതിൻ്റെ ആംബിയൻസ് അങ്ങനെയാണ്. ഫുള്ളൊരു തടിയുടെ ടെക്സ്ചറിലാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത് നോക്കിയേ, എന്ത് മനോഹരമായിട്ടാണ്. ഫുള്ള് ഓറിയൻ്റൽ ഇലക്ട്രിക്കിൻ്റെ നല്ലൊരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ല കിടിലൊരു സെറ്റപ്പ് ഫാനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു ഫാനിൻ്റെ നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പോൾ നല്ല രീതിയിലാണ്. പിന്നെ അതേപോലെയാണത് എന്നെ വന്ന് കയറിയപ്പോൾ തന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഘടകമാണ്. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ LED ലൈറ്റ്സ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ 2 ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല പെബിൾസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം അതും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയും ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒറ്റയടിക്ക് അഴുക്കാകാത്ത രീതിയിലുള്ള കളറാണ്. ഇവിടെ നമുക്ക് TV വെക്കാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 50 ഇഞ്ചിൻ്റെ TV വെക്കാം. നല്ലൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും തടിയുടെ കൊണ്ട് ഉള്ള ഒരു മൾട്ടി ബോർഡിൽ തീർത്തേക്കുന്ന ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. അവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതേപോലെ ഇപ്പം കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമല്ലോ അന്ന് അതേപോലെ തന്നെ ഉള്ള ഒരു 3-4 ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹോളിലെ വിശേഷം. ഇനി ഹോളിൽ നിന്ന് നമുക്ക് നേരെ വരേണ്ടത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെയും നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് അടുക്കളയിലേക്ക് നമുക്ക് ഇവിടുന്ന് കയറാം. ഇവിടുന്ന് ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ആ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ബാത്തെക്സിൻ്റെ നല്ലൊരു വാഷ് ബേസിനാണ് കൊടുത്തത്. ഇവിടെ മിറർ വെക്കാനുള്ള പ്രൊവിഷനും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. സോ കിച്ചണിൽ വുഡൻ്റെ തന്നെ ഡോറുകളാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക, ഇവിടെ സീലിംഗ് വർക്കുകളോ മറ്റൊന്നുമില്ല. പ്ലെയിനായിട്ടുള്ള മോളെല്ലാം പ്ലെയിനാണ്. പക്ഷേ ഇത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി ബോർഡിന് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമുക്ക് നമ്മൾ ഹോളിലും മറ്റും കണ്ട ടൈലല്ല ഇവിടെ താഴെ ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഒരു തടിയുടെ ടെക്സ്ചർ രീതിയിലുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുകളിലെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. അതായത് ഒരു വീടിന് ആവശ്യമുള്ള ഒരു അടുക്കളയ്ക്ക്, ഒരു മീഡിയം സൈസ് അടുക്കളയ്ക്ക് വേണ്ടിയുള്ള കബോർഡ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എയർ പാസേജസ് നന്നായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ 3 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വർക്ക് ഏരിയയിൽ ഇവിടെയും ഒരു സിങ്കും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
ഇവിടെയും കുറേ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു മുറ്റം ഇവിടെ ഉണ്ട്. അതിനൊരു ഡോറും കൊടുത്തിട്ടുണ്ട്, ഒരു ഇരുമ്പിൻ്റെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതിത്രയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ അടുക്കളയുടെ മറ്റു കാര്യങ്ങൾ. പക്ഷേ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാനൊരു നോക്കിക്കേ, ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഇതുണ്ട്. അവിടെ നല്ല തറയൊക്കെ നല്ല രീതിയിൽ ടൈലിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അത് അടച്ചേക്കാം. ഓക്കെ, നമുക്കിനി വീടിന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോവാം. യെസ്. അപ്പോൾ ഇനി നമ്മൾ ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അതിമനോഹരമായ വൈറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിന് മാത്രം ഒരു കളറോട് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. LED ബൾബ്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വീഗാർഡിൻ്റെ സീലിംഗ് ഫാനാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ബോർഡ് കൊണ്ട് നിർമ്മിച്ച കബോർഡ്സ് ഇവിടെ നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ്സാണ്. മൾട്ടി ബോർഡ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു മിറർ കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതിന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ചു വെക്കാം. അതേപോലെ തന്നെ 2 ജനാലകളാണുള്ളത്. ഓക്കെ, ഇനി ബാത്റൂം. ബാത്റൂം ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ട്. അതും ഡാർക്ക് കളറിലുള്ള ടൈലുകളാണ് അതിൻ്റെ ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ തികച്ചും നമ്മൾ ഹോളിൽ നിന്നോ അല്ല ഡൈനിങ് റൂമിൽ നിന്നോ വ്യത്യസ്തമായ രീതിയിലുള്ള വൈറ്റ് കളറിലുള്ള ഒരു ക്രീം കളറിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മുടെ ബെഡ്റൂം. ഇനി നമുക്കുള്ളത് മുകളിലേക്കാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഇനി അടുത്തുള്ളത്. ഇനി നമുക്ക് സ്റ്റെയറാണ് കയറാൻ നോക്കേണ്ടത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയറാണ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. സ്റ്റെയറിന് ഉള്ള ഈ ഒരു പടി നിർമ്മിച്ചേക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടൈലുകൾ കൊടുത്തേക്കുന്നത് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും തടിയുടെ ഒരു ടെക്സ്ചറിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി ആദ്യം വരുമ്പോൾ തന്നെ എന്താ പറയുക, ഇവിടെ ആദ്യം നമുക്ക് കണ്ണിൽ ഉടക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ഒരു അക്വേറിയം, ഏകദേശം 5 അടിയോളം നീളമുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ടിയുള്ള ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസുകളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റേ പവർ സപ്ലൈയുടെ PLC മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ്, ഫിഷ് ഫുഡും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട്. ഫുള്ള് LED ബൾബുകൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വലിയ സ്പേസ് ഇല്ല, ചെറിയ സ്പേസേ ഉള്ളൂ. 4 സെൻറ്റിലാണ് ഈ വീടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് 3 ബെഡ്റൂം ഇവിടെ തന്നെയാണ്. ഒരു ബെഡ്റൂം താഴെ, ബാക്കി 3 ബെഡ്റൂം ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ. നമുക്ക് ആദ്യം ഓരോ ബെഡ്റൂമായിട്ട് കയറാം. യെസ്, വാ, ഇതാണൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല, അല്ലാതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മേശ പോലൊരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റൂം കഴിഞ്ഞു. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം. താഴെ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ഡെറ്റോ ആണ് ഈ ബെഡ്റൂം. സെയിം തന്നെ വൈറ്റ് കളറാണ് പെയിൻറ്റിന് കൊടുത്തേക്കുന്നത്. മുകളിൽ നന്നായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു വുഡൻ ടെക്സ്ചറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു കബോർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ താഴെ കണ്ട സെയിം അതേപോലെ തന്നെയാണ്. ഇവിടെയും ബാത്റൂമിൻ്റെ ഫുൾ പണികൾ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പണികൾ തീർക്കാനുണ്ട്, സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അതും ഉടൻ തന്നെ തീരും. അപ്പോൾ ഇനി അടുത്ത ഒരു ബെഡ്റൂം ഉണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. യെസ്, ഇതും അതിമനോഹരമായി ഒരുക്കിയേക്കുന്ന ഒരു ബെഡ്റൂമാണ്. അതെനിക്കൊന്ന് കുറച്ചുകൂടെ വലിയ ബെഡ്റൂമാണ് തോന്നുന്നു. ഉള്ളതിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നല്ല രീതിയിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂം, ഇവിടുത്തെ ബാത്റൂം ഇതും പണി പൂർണ്ണമായും കഴിഞ്ഞില്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു ബാത്റൂം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ വീട്ടിലുള്ള 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ഒരെണ്ണം മാത്രം അല്ലാതെ ഞാനത് ചെറിയ ബെഡ്റൂമാണ്. താഴെ അടുക്കളയ്ക്ക് നേരെ മുകളിലായിട്ട് കൊടുത്തേക്കുന്ന ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്പേസേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബാൽക്കണിയാണുള്ളത്. യെസ്, ഇതാണ് ആ ബാൽക്കണി. ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇവിടെ കുറേ
ചെടിച്ചട്ടികൾ അവർ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ധാരാളം. അത് ഇവർ തന്നെ വളർത്തിയിട്ടേക്കുന്നതാണ്. ഇവിടെ 2 ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഫാൻറ്റസി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഗ്ലാസും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റാണ്. അവിടെയും നല്ല സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മുകളിൽ ഇവിടെ ഇന്ന് വെള്ളം വീടില്ല, ഗ്ലാസ്സാണ് ഇവിടെ ടോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത്. ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വീടില്ല, പക്ഷേ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്കുള്ളത് സ്റ്റെയർ, ഇനി ഏറ്റവും ടോപ്പാണ്. അപ്പോൾ ആ ടോപ്പോടെ നമുക്കൊന്ന് കയറി കാണാം. വാ, യെസ്. എന്നെ അതിശയിപ്പിച്ചൊരു ഘടകം, ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഈ ഒരു ചെറിയ സ്പേസിൽ വേണമെങ്കിൽ ഒരു ടേബിൾ ഇട്ട് കുട്ടികൾക്ക് പഠിക്കാനോ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ വരെ അവർ സീൽ ചെയ്തിട്ടുണ്ട് നല്ല രീതി. ലൈറ്റ് ഇവിടെ വർക്കിംഗ് എല്ലാം തോന്നുന്നു. അപ്പോൾ അല്ല ആണ് വർക്കിംഗ് ആണ്. അതുവരെ സീൽ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് എത്തുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സ്ഥിരം ആരും ഉപയോഗിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാം. ടെറസിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാകാം ഇവിടെ ഒരു സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് കാണുന്ന വീടിന് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടംപററി സ്റ്റൈലിനെ സൂചിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പം എല്ലായിടത്തും ഈ ഭവന സങ്കല്പങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണല്ലോ എല്ലാവർക്കും. പണ്ടത്തെ കൂട്ടലല്ലോ ഇപ്പം കണ്ടംപററി സ്റ്റൈൽ, ഒരുപാട് സ്റ്റൈലുകളുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലാണ്, ഇവിടുന്ന് മുകളിലോട്ട് കയറാം. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ജലസംഭരണ ശൃംഖലയിലേക്കുള്ള മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ സാറ് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി മെയിനായിട്ടുള്ള ഘടകം ഈ വീടിൻ്റെ വിലയാണ്. ഓക്കെ, അതാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് മറ്റൊരു ഘടകം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും എത്ര രൂപയായിരിക്കും ഈ വീടിന് എന്നുള്ളത്. അവർ ചോദിക്കുന്ന വില 77 ലക്ഷം രൂപയാണ്. 77 ലക്ഷം രൂപ നെഗോഷ്യബിളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ഡിസ്കൗണ്ട് കൂടെ കിട്ടും. എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ, അതല്ല ഈ വീട് താല്പര്യപ്പെടുന്ന, ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഇത് ആരെയാണോ ബന്ധപ്പെടേണ്ടത് അവരുടെ നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്പർ എടുക്കാൻ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ നമ്പറല്ല കേട്ടോ, അവരുടെ നമ്പറാണ്. അവരെ വിളിക്കാം, നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാം. ഇവിടുന്ന് തൊട്ടടുത്താണ്. എടപ്പള്ളി ലുലു മാളിലേക്കും അതേപോലെ ഒബ്രോൺ മാളിലേക്കൊക്കെ പോകാൻ 6-7 കിലോമീറ്റർ മാത്രമേ വിടുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകാൻ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ മാത്രമേ വിടുന്നുള്ളൂ. അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സുഖമായി വാങ്ങിക്കാൻ പറ്റുന്നൊരു വീടാണ്. അതായത് ഈസി ആക്സസിബിളാണ്. പിന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. പറയുമ്പോൾ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ പൂക്കാട്ടുപടി എന്ന് പറഞ്ഞുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി, നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും ഞങ്ങളുടെ ഈ വീഡിയോ പറ്റി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വരുത്തുന്നതായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ പിന്നെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ, നിങ്ങൾ യൂട്യൂബ് വഴിയാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തും. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും